ABC ടോക്കീസിനകത്ത് അതുണ്ട് കേട്ടോ. കണ്ടിട്ട് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണം. വേഗം പോയി കണ്ടോ. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺപിള്ളേർ ചെയ്യുന്ന ഓരോ ത്യാഗമാണ് ഇതൊക്കെ. കഷ്ടമെന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാൻ. ഒരു ബസ്സിൽ കയറി പോകുന്നു, തൊട്ടടുത്തൊരു ആണാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഫോൺ എടുത്ത് അതങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി വീഡിയോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാണ് കുറേ എക്സ്പ്ലനേഷനുമായിട്ട്. ഇതിപ്പോൾ സ്ഥിരം സംഭവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയും പേര് ഇതുപോലത്തെ വീഡിയോ ഇടുന്നുണ്ട്. എന്തിനാണ്? റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് വൈറലാകാൻ വേണ്ടി. ഈ വീഡിയോ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അടുത്തിരിക്കുന്ന ആൾ ഒരിക്കലും അവരെ ഒന്ന് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ തൊടാൻ ശ്രമിക്കുകയോ ഒരു തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അവർ ആ വീഡിയോ എടുത്തിട്ട് അങ്ങ് ഇട്ടേക്കുവാണ്. എന്താണ്? സോഷ്യൽ മീഡിയയിൽ എങ്ങനെയും ഒന്ന് വൈറലാവണം. ഇമാതിരിയുള്ള ഫേക്ക് കണ്ടന്റുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവർക്ക് റീച്ച് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ സ്ഥിരം സംഭവമായി വന്നേക്കുക. ഇതിനകത്ത് പിന്നെ എടുത്തു പറയേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അയാളുടെ മുഖം ഒന്ന് മറച്ചിട്ടുണ്ട് കേട്ടോ. അത് വലിയ സമാധാനം. അവളത് മറയ്ക്കാൻ തന്നെ കാരണം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾക്ക് ഈ വീഡിയോ എങ്ങനെയും ഒന്ന് എടുത്തിട്ടാൽ മതി എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് പുള്ളിക്കാരി എടുത്തിട്ടതാ. അയാളുടെ മുഖം കൂടെ വെച്ചിട്ട് ഇട്ടിരുന്നേരത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. അയാൾക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കണോ? നാട്ടുകാർ അയാളെ കളിയാക്കത്തില്ലേ? അയാളെ പരിഹസിക്കത്തില്ലേ? ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ അയാൾ കടന്നു പോകേണ്ടി വന്നേനെ. ഈ പെങ്കൊച്ച് ഉദ്ദേശിച്ച് ഒന്നേ ഉള്ളൂ, എങ്ങനെയും ഒന്ന് വൈറലാകുക. അവൾ വൈറലാകും, പക്ഷേ അയാളുടെ ജീവിതവും വഴിമുട്ടും. അത്രേ ഉള്ളൂ ഈ സംഭവങ്ങളൊക്കെ. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എങ്ങനെയും സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഹിറ്റാവണം, അല്ലെ വൈറലാകണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. ക്യാമറകൾ ഇങ്ങനെ പല ആംഗിളിൽ പിടിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, മുഖം നേരെ വന്നോ അല്ലെങ്കിൽ എൻ്റെ ഫേസിൻ്റെ ഏത് സൈഡ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി, അല്ല ഈ സൈഡ് വെക്കുമ്പോഴാണോ ഭംഗി എന്നൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പല പല കാര്യങ്ങളൊക്കെ ആൾക്കാർ അവർ വീഡിയോ ചെയ്യുന്നിടത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കും. ഒന്നിലെ സ്റ്റുഡിയോ പോലെ ആക്കി എടുക്കും, ഇല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കറുത്ത കർട്ടൻ, ഗ്രീൻ കർട്ടനൊക്കെ ഇട്ടിട്ടൊക്കെ വീഡിയോ എടുക്കും ആൾക്കാർ. ഇപ്പോൾ ആൾക്കാർ പോയി എങ്ങനെയാണ് റീച്ചിന് വേണ്ടി ക്യാമറ ഇപ്പോൾ എവിടെയാണ് വെക്കേണ്ടത് പോലും ഒരു തിക്കില്ലാത്ത പോലെയായി. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുന്നത് ആളാരാന്നുള്ളത്. ആളെ മനസ്സിലായ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുക. ഒരു കാര്യം പറയാൻ വന്നതാണ്. ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസിയായി പോയി. എൻ്റെ ഷോർട്ട് ഫിലിം 302 എല്ലാവരും കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ ABC ടോക്കീസിനകത്ത് അതുണ്ട് കേട്ടോ. കണ്ടിട്ട് ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തും. പുള്ളിക്കാരിയുടെ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ക്യാമറ വെച്ചേക്കുന്ന സ്റ്റൈല് കണ്ടോ എവിടെയാന്ന്? ഇവരുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ മുഖത്തിന് നേരെ പിടിച്ചുകൊണ്ട് ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം? ആൾക്കാർ കേൾക്കൂലേ? ഈ പുള്ളിക്കാരനെ ഞാൻ അലൻ ജോസ് പെരേരയുടെ ഒപ്പം അതോടൊപ്പം ജാസിയുടെ ഒപ്പം ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് ഫേമസ് ആവണമെന്ന് മാത്രമേ ഇവർക്കുള്ളൂ. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതെങ്കിലും തരത്തിൽ ക്യാമറ എവിടെയൊക്കെ വെക്കണം എന്ന് ഒരു തിക്കും തിരുവാണമില്ല അവർക്ക്. ക്യാമറ എവിടെ വെച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് റീച്ച് കിട്ടണം, ഞങ്ങൾ കുറച്ച് പേര് നാലാൾ അറിയണം എന്നുള്ളൊരു ചിന്തയാണ്. ഇതിനൊക്കെ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാലത്തിൻ്റെ ഒരു പോക്കേ. ഒന്ന് റീച്ച് കിട്ടാനും ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും എന്ന തരത്തിലായിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റും വേണം അറിയിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.